വെയിൽ കൊണ്ടതുകൊണ്ടോ ഭക്ഷണം സ്കിപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ യാത്ര പോയതുകൊണ്ടോ ഒന്നുമല്ല മൈഗ്രെയിൻ വന്നത്. ഇതെല്ലാം മൈഗ്രെയിൻ്റെ ട്രിഗറുകൾ മാത്രമാണ്. ഈ ട്രിഗറുകൾ ഒഴിവാക്കിയാൽ നിങ്ങളെ മൈഗ്രെയിൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ മൈഗ്രെയിൻ വന്നിട്ട് 10 വർഷമായി. ഈ 10 വർഷത്തിന് മുന്നേ ഭക്ഷണം സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തലവേദന വരുമായിരുന്നോ? ഇല്ലല്ലോ. യാത്ര പോയ പ്രശ്നം ഉണ്ടായിരുന്നോ? വെയിൽ കൊണ്ടാ പ്രശ്നം ഉണ്ടായിരുന്നോ? അപ്പോൾ നിങ്ങൾ മൈഗ്രെയിൻ്റെ റീസൺ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതിന് റൂട്ട് കോസ് ഉണ്ട്. ആ റൂട്ട് കോസ് ഒരു പക്ഷേ എന്തെങ്കിലും ഡിസീസ് ആവാം, അലർജി പോലെ, സൈനസൈറ്റിസ് പോലെ, ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂ പോലെ, ഇനി അതല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായ ഒരു മെൻ്റൽ ട്രോമ ആയിരിക്കാം. ഈ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യാതെ പെയിൻ കില്ലേഴ്സ് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ട്രിഗറുകൾ ഒഴിവാക്കിയത് കൊണ്ടോ മുന്നോട്ട് പോകാന്നുള്ളത് സാധ്യമല്ല. കാരണം ഈ ട്രിഗറുകൾ മുഴുവൻ ഒഴിവാക്കിയാൽ, വെയിൽ കൊള്ളുക, യാത്ര പോവുക, പരിപാടിയിൽ പങ്കെടുക്കുക, ഇതെല്ലാം ഒഴിവാക്കിയാൽ നിങ്ങൾ ലൈഫിൽ നിന്നേ ചുരുങ്ങി പോകുന്ന പോലെയാണ്. അപ്പോൾ യഥാർത്ഥ പരിഹാരം അല്ലെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഇതിൻ്റെ പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ളത് ഈ റൂട്ട് കോസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് എടുക്കുക, മൈഗ്രെയിനെ പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ളതാണ്.